ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് NIOS എക്കണോമിക്സിന്റെ 16ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 16 പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റികതയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഡിമാൻഡ് എന്താ എന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ 15ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഡിമാൻഡ് എന്താണെന്ന്. കാരണം ഡിമാൻഡിൽ വരുന്ന ഏതൊരു മാറ്റം, പ്രൈസിൽ വരുന്ന ഏതൊരു മാറ്റവും ഡിമാൻഡില് മാറ്റം ഉണ്ടാകും എന്ന് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. പ്രൈസ് വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് പ്രൈസും ഡിമാൻഡും ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ പ്രൈസും ഡിമാൻഡിന്റെയും മാറ്റം മനസ്സിലാക്കി കഴിഞ്ഞാല് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പ്രൈസിൽ ഏത് മാറ്റം ഉണ്ടായാലും ആ മാറ്റം ഒക്കെ ഏതിലേക്ക് വരും? ഡിമാൻഡിലും മാറ്റം സംഭവിക്കും. പ്രൈസിന്റെ ചേഞ്ച് ആണ് ഡിമാൻഡിന്റെ ചേഞ്ചിന് കാരണമാകുന്നത്. അപ്പൊ അതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഏത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ വില ഇലാസ്തികത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ചാപ്റ്ററിനെ വിശദീകരിച്ച് പരിശോധിക്കാം. അതിൽ എന്തൊക്കെ ടോപ്പിക്കാണ് നമുക്ക് ഇതിൽ പഠിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി 3 തരങ്ങളാണുള്ളത്, ആ 3 തരങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഇത് എന്തൊക്കെയാ നോക്കണം. അതേപോലെ തന്നെ അത് അളക്കുന്ന മെത്തേഡ്സുകൾ നോക്കണം. അതേപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മൊത്തം ചെലവുമായിട്ടുള്ള ബന്ധം എന്താ നോക്കണം. ഇലാസ്തികതയെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കണം. ഇങ്ങനെ 6 ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ 6 ടോപ്പിക്സുകളാണ് വരുന്നത്. ആ 6 ടോപ്പിക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെ? ഇലാസ്തികതയുടെ മീനിങ്, അതേപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ തരങ്ങളെ, അത് അളക്കുന്ന രീതികളെ, ടോട്ടൽ എക്സ്പെൻഡിച്ചറുമായിട്ടുള്ള ബന്ധങ്ങളെ, ഇലാസ്റ്റിസിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങളെ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നോക്കൂ, അതായത് ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇലാസ്റ്റിസിറ്റി അല്ല, ഇലാസ്റ്റിസിറ്റി ആണ് കേട്ടോ. ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി അഥവാ ഡിമാൻഡിന്റെ ഇലാസ്തികത എന്ന് പറയും. എങ്ങനെയാണ് ഡിമാൻഡിന്റെ ഇലാസ്തികതയെ നിർവചിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് വിലയും വരുമാനവും തുടങ്ങിയ ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില എന്നിവയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ആ മാറ്റം ഏതിൽ കാണപ്പെടാം? ഡിമാൻഡിന്റെ ഇലാസ്തികതയിലും കാണപ്പെടാം. ഇതിനെയാണ് ഡിമാൻഡിന്റെ ഇലാസ്തികത എന്ന് പറയുക. അപ്പൊ വിലയിലും വരുമാനത്തിലും ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ മാറ്റം, ആ ചേഞ്ച് ഡിമാൻഡിലും കാണുന്നു. അതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡിമാൻഡിന്റെ ഇലാസ്തികത അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിലയിലുണ്ടാകുന്ന മാറ്റമാണ് ഏതിലുണ്ടാകുന്ന മാറ്റം? ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് അത് മനസ്സിലാക്കാൻ ചില ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കൂ. പേജ് നമ്പർ 179 ആ ഇക്വേഷൻസ് കൊടുത്തിട്ടുള്ളത്. ചോദനത്തിൽ വരുന്ന ആനുപാതിക മാറ്റം ഡിവൈഡഡ് ബൈ വിലയിലെ ആനുപാതിക മാറ്റം. അപ്പൊ വിലയിൽ എന്ത് മാറ്റം ഉണ്ടായാലും ആ മാറ്റം എവിടെയും കാണാം, ഡിമാൻഡിലും കാണാം. ഡിമാൻഡിനെ നമ്മൾ മലയാളത്തിൽ പറയാ ചോദനം എന്നാണ് കേട്ടോ. അപ്പൊ ചോദനത്തിലെ ആനുപാതിക മാറ്റം ഡിവൈഡഡ് ബൈ എന്താണ്? വിലയിലെ ആനുപാതിക മാറ്റം. അതുകൊണ്ട് ചോദനത്തിലെ മാറ്റം ഡിവൈഡഡ് ബൈ ആദ്യ ചോദനം, വിലയിലെ മാറ്റം ഡിവൈഡഡ് ബൈ ആദ്യ വില. അതുകൊണ്ട് നമ്മള് ഇവിടെ ചോദനത്തിലെ മാറ്റത്തെ നമ്മൾ എങ്ങനെ കണക്കാക്കുക? ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നും കൊടുക്കും. ആദ്യ ചോദനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാ വരിക? വെറും ഡിമാൻഡും വരും.
വിലയിലെ മാറ്റം എന്ന് പറയുമ്പോ അപ്പൊ ഇവിടെ നോക്കൂ, ഇത് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു എഴുതിയിട്ടുള്ള ഇക്വേഷൻ അല്ലേ, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ക്വാണ്ടിറ്റി ചോദനത്തിലെ മാറ്റം എന്ന് പറയുമ്പോൾ ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ആദ്യ ചോദനം ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതേപോലെ തന്നെ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പ്രൈസ്. ഇത് ഈ രീതിയിലായിരിക്കും അതിന്റെ ഇക്വേഷൻ വരിക. അപ്പൊ ഇവിടെ ഇക്വേഷൻ വരാത്തോണ്ടാണ് ടീച്ചർ അതൊന്ന് സൂചിപ്പിച്ചത് എന്ന് മാത്രം. ഇപ്പൊ വില ഇവിടെ കൊടുത്തിട്ടുണ്ടോ, പി പറഞ്ഞ വില, ക്യൂ പറഞ്ഞ ചോദനം, ഡെൽറ്റ പറഞ്ഞ മാറ്റം, ഇ പറഞ്ഞ ഇലാസ്തികത. അപ്പൊ നിങ്ങൾ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, വിലയിൽ എന്ത് മാറ്റം വന്നാലും ആ മാറ്റം എന്തിൽ കാണും, ചോദനം അഥവാ ഡിമാൻഡിൽ കാണും. വില കൂടിയാൽ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അപ്പൊ ചോദനത്തിൽ വരുന്ന മാറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഏതിന്റെ മാറ്റമാണ്? വിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ആണ്. അപ്പൊ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകാനുള്ള കാരണം ആരാണ്? വിലയോ അല്ലെങ്കിൽ വരുമാനമോ. വരുമാനത്തിൽ മാറ്റം വന്നാലും വിലയിൽ മാറ്റം വന്നാലും ഏതിൽ മാറ്റം കാണപ്പെടാം? ചോദനത്തിൽ മാറ്റം കാണപ്പെടാം, അഥവാ ഡിമാൻഡിൽ മാറ്റം കാണപ്പെടാം. അതിനെയാണ് എന്ത് പറയുക? ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ വില, വരുമാനം, ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില എന്നിവ മാറുമ്പോൾ ആ ആവശ്യത്തിൽ ഉണ്ടാകുന്ന പ്രതികരണത്തിന്റെ അളവിനെയാണ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 3 രീതിയുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാ. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് ഏതാ? ഇൻകം ഇലാസ്റ്റിസിറ്റി. ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന, കണ്ടോ, ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇതായിട്ട് നമുക്ക് സൂചിക്കാം. സപ്ലൈ കർവാണത്. ഇൻകം കണ്ടോ, ഇൻകത്തിൽ ഇങ്ങനെ വരുമാനം ഉണ്ടാവുമ്പോ വാങ്ങുന്ന അളവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് വാങ്ങുക. ഇതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഇതാണ് ഈ ഒരു വരെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പിന്നെ ക്രോസ് ഇലാസ്റ്റിസിറ്റി. ക്രോസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ രണ്ടിലും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് ഏത് കാണിക്കുന്നത്? ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു കർവ് ഡിമാൻഡ് കർവാണ്, ഈ ഒരു കർവ് പ്രൈസ് കർവാണ്, ഈ ഒരു കർവ് ഇൻകത്തെ സൂചിപ്പിക്കാനുള്ള സപ്ലൈ കർവാണ്, ഇൻകം കർവാണ്. അപ്പൊ മക്കളെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിലയിൽ ഉണ്ടാകുന്ന മാറ്റം ഡിമാൻഡിന് മാറ്റം ഉണ്ടാകാൻ കാരണമാകുന്നു. ഇതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഡിമാൻഡിന്റെ ഇലാസ്തികത 3 രീതിയിലാണ് കാണപ്പെടുക. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ പ്രൈസിൽ വർധനവ് ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞു വരുന്നതിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. പ്രൈസിന്റെ മാറ്റം ഡിമാൻഡിനെ ബാധിക്കും. ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡിമാൻഡും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയും, പ്രൈസിന്റെ മാറ്റത്തെയും ഇൻകത്തിന്റെ മാറ്റത്തെയും ക്രോസ് ചെയ്ത് വരയ്ക്കുന്ന ഡിമാൻഡ് കർവാണ് ഏത്? ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അടുത്ത ടോപ്പിക്സിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം എപ്പോഴും ഇലാസ്തികതയെ ഇക്വേഷൻ ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്ങനെ? പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇക്വേഷൻ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ടെസ്റ്റ് കാണിച്ചെന്ന് പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ പെർസെന്റേജിൽ മാറ്റം സംഭവിക്കുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ഏത്? ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡിലെ പെർസെന്റേജ് മാറ്റമാണ്. ആ മാറ്റത്തെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ ശതമാനം ഇട്ടിട്ടില്ല, അതിനെയാണ് കേട്ടോ പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയണത്. ഈ പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയണത് ഇതിനെയാണ് കേട്ടോ, ഈ ശതമാനത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? പെർസെന്റേജ്. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇതിനെയാണ് എന്ത് പറയാ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാ. ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ.
വില ഉയർന്നാൽ ഡിമാൻഡ് കുറയുന്നതിനാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സാധാരണ നെഗറ്റീവ് ആയിരിക്കും. എന്താ പറയണേ? വില ഉയർന്നാൽ, ഒരു സാധനത്തിന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് കുറയും? ഡിമാൻഡ് കുറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഓറഞ്ചിന്റെ 1 കിലോ ഓറഞ്ചിന് 600 രൂപയാണ് വർദ്ധിച്ചത് എന്ന് വിചാരിക്കുക, സപ്പോസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ആ ഓറഞ്ചിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യപ്പെടും? കുറയും. അപ്പൊ ആ ഓറഞ്ചിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഏത് ലെവലിലേക്കാ പോവുക? നെഗറ്റീവ് ആയിരിക്കും. അതാണ് ഇവിടെ വില ഉയർന്നാൽ ഡിമാൻഡ് കുറയുന്നതിനാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സാധാരണ എങ്ങനെ ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ എപ്പോഴും ലഘൂകരണത്തിന് വേണ്ടി പോസിറ്റീവായി എടുക്കാറുണ്ട്. നമ്മളൊരു മിനിമം വിലയിൽ കൊണ്ടുപോകാറുണ്ട്. ഓവറായിട്ട് നമ്മൾ ഓരോന്നിനും വില കൂട്ടിയിട്ടാക്കി കഴിഞ്ഞാൽ വാങ്ങുന്ന അളവ് കുറയുള്ളൂ, ഡിമാൻഡ് കുറയും. അതുകൊണ്ട് ഒരു സാധാരണ പോസിറ്റീവ് ലെവലിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് വില 10% കൂടുമ്പോൾ ആവശ്യം 5% കുറയുന്നുവെങ്കിൽ, അതായത് വില 10% കൂടിയേ, നമുക്ക് ഓറഞ്ച് വാങ്ങണം എന്ന് കരുതാം. അതിന്റെ വില 10% കൂടുമ്പോ ആവശ്യം എത്ര ശതമാനം കുറയും? 5% കുറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞാ? നമുക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമല്ല, അതിന്റെ വില കൂടിയപ്പോ നമ്മളുടെ ആഗ്രഹം എത്ര ശതമാനം കുറഞ്ഞു എന്നാ പറയണ? 5% കുറഞ്ഞു. അപ്പൊ വില 10% കൂടുമ്പോൾ വാങ്ങാനുള്ള ആഗ്രഹം കൂടുക അല്ല, എത്രയായിട്ട് കുറയും? 5% കുറഞ്ഞു. അതുകൊണ്ട് ED ഈക്വൽ 5 × 10 എന്ന് പറഞ്ഞാൽ എത്ര? 0.5. ഒരു വ്യക്തിക്ക് എന്ത് സാധനവും വാങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വാങ്ങുന്നതിന്റെ ആഗ്രഹം എത്ര ശതമാനമായി കുറയും? പകുതിയായിട്ട് കുറയും. ഇപ്പൊ നമ്മൾക്ക് നല്ലൊരു ഒരു നെക്ലൈസ് വാങ്ങണം, പക്ഷെ നെക്ലൈസിന്റെ വില 1 പവന് 1.5 ലക്ഷം കഴിഞ്ഞ് നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് എത്ര ശതമാനമായിട്ട് കുറയും? പകുതിയായിട്ട് കുറയും. അതാണ്. അപ്പൊ ആ വിലയിലും വില വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ വാങ്ങാനുള്ള ആഗ്രഹവും കുറയും, ഡിമാൻഡും കുറയും എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അടുത്തത് കുട്ടികളെ, നമ്മളുടെ ഈ ഒരു ഭാഗം ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇതിൽ നമുക്ക് 5 ഡയഗ്രാംസ് പഠിക്കാണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങൾ, ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നാണ് ഇതിനെ പറയാ. ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങൾ, 5 ടൈപ്പുകൾ. ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഏതൊക്കെ തരങ്ങളാ നോക്കൂ. 1 പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, 2 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, 3 മോർ ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക്, 4 ലെസ് ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക്, അതേപോലെ വെറും യൂണിറ്റ് ഇലാസ്റ്റിക്. ഈ 5 തരങ്ങളെ കുറിച്ചാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കേണ്ടത്. ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങൾ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി പ്രധാനമായും 5 തരങ്ങളാണുള്ളത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഏത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് നിങ്ങള് അതായത് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങൾ 5 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിങ്ങനെ ചാർട്ട് പോലെ ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ ടീച്ചർ ഓരോന്നിന്റെയും ഡയഗ്രാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് 5 തരങ്ങൾ. 1 ഏതാ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ED ഈക്വൽ ടു ആൽഫ എന്നതിന് പറയാം. അതിന്റെ ഡയഗ്രാം ടീച്ചർ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ തരാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ED ഈക്വൽ ടു 0 എന്ന് പറയും. രണ്ടാമത്തെ തരമാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ED ഈക്വൽ ടു 0. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഇലാസ്തിക ചോദനം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ചോദനം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഇത് ഇംഗ്ലീഷിൽ തന്നെ എഴുതിക്കോളുള്ളൂ, ഈ പോയിന്റ്സും ഈ ഡയഗ്രം ഒക്കെ. കാരണം ഇത് അങ്ങനെയാണ്, ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ.
ഇതിന്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ വെച്ചോളുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങൾ, ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഒന്നാമത്തെ തരം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ED is equal to ആൽഫ. രണ്ടാമത്തെ തരം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്, ED is equal to 0. മൂന്നാമത്തെ തരം യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്, ED is equal to 1. നാലാമത്തെ തരം മോർ ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്, ED ഗ്രേറ്റർ ദാൻ 1. നാലാമത്തെ തരം ലെസ് ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്, ED ലെസ് ദാൻ 1. ഇതിനെ ഈ മോർ ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക്കിനെ നമ്മൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും പറയും കേട്ടോ. മോർ ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക്കിനെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്നും പറയും. ലെസ് ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക്കിനെ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും പറയും. അപ്പൊ കുട്ടികളെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 5 തരങ്ങളാണ്. ഏതൊക്കെയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക്, ലെസ് ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക്. അതിനൊക്കെ വരുന്ന സിമ്പലും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിച്ചാലും ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിച്ചാലും ഈ 5 പോയിന്റ്സും നന്നായി പഠിക്കണം. അതിന്റെ ഇക്വേഷൻ ആണ്, അതായത് അതിന്റെ സിമ്പലും കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അത് ഓരോന്നിന്റെയും ഡയഗ്രാം വരച്ച് കാണിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഏത് പഠിക്കാം? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പഠിക്കാം. പൂർണ്ണ ഇലാസ്റ്റിക ചോദനം, ED is equal to ആൽഫ എന്നതിന്റെ ഇതിന്റെ ഡയഗ്രാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ഡയഗ്രാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കോളൂ, കണ്ടോ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണാണ് ഉള്ളത് നമ്മൾ പഠിച്ചു. അതിന്റെ ഫസ്റ്റ് എണ്ണാണ് ഏത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിന്റെ പ്രത്യേകത എന്താ? പ്രൈസിന് മാറ്റല്ല, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടോ? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പൊ ഇതിന്റെ ഡയഗ്രം ഇങ്ങനെ വരിക കേട്ടോ. ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയഗ്രം നോക്കൂ നിങ്ങൾ. എന്താണ് പ്രത്യേകത? പ്രൈസിന് മാറ്റല്ല, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിക്കൊണ്ട് ഇത് 1, 2, 3 അങ്ങനെ. അതുകൊണ്ടാണ് ഈക്വൽ ആൽഫ എന്ന് പറയാനുള്ള കാരണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഒന്നാമത്തെ ടൈപ്സ് ആണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എപ്പോഴും എങ്ങനെയാണ് ഇരിക്കുക? പ്രൈസിന് മാറ്റം ഉണ്ടാവില്ല, ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രൈസ് ഇവിടെ 0 ആയിട്ടാണ് നിൽക്കണേ. ഇവിടെ പറയുന്നത് നോക്കൂ, എന്താ പറയുന്നത്? അറ്റ് പ്രൈസ് P0 കൺസ്യൂമർ ആർ വില്ലിംഗ് ടു ബൈ എനി ക്വാണ്ടിറ്റി. പ്രൈസ് P0 ആയി നിൽക്കുമ്പോൾ അറ്റ് പ്രൈസ് P0, പ്രൈസ് ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്? 0 ലെവലിലാണ് നിൽക്കുന്നത്. കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു ബൈ എനി ക്വാണ്ടിറ്റി. അപ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നു? എന്ത് വാങ്ങാൻ വില്ലിംഗ് ആകുന്നു? ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങാൻ തയ്യാറാകുന്നു. ഈ ടൈനി ഇൻക്രീസ് ഇൻ പ്രൈസ് അബോവ് P0 റിസൾട്ട് ഇൻ 0 ക്വാണ്ടിറ്റി ഡിമാൻഡ്. എ ടൈനി ഡിക്രീസ് ഇൻ പ്രൈസ് ബിലോ P0 റിസൾട്ട് ഇൻഫിനിറ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതായത് പ്രൈസ് കുറഞ്ഞ് P0 ആണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വാങ്ങുന്ന അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ P0യിൽ നിന്നും പ്രൈസ് വർദ്ധിക്കുകയാണെങ്കിൽ വാങ്ങുന്ന അളവ് എന്താവും? നമ്മളുടെ വാങ്ങുന്ന അളവ് ക്വാണ്ടിറ്റി ഡിമാൻഡ് 0 ആയി മാറും. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇൻഫിനിറ്റ് ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ടാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇതിന്റെ ഡയഗ്രാം ഇങ്ങനെ ആവാനുള്ള കാരണം. ഇവിടെ പ്രൈസ് 0 ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് കുറയും തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഒന്നാമത്തെ, അതായത് ഇതാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. അതിന് ഒന്നാമത്തെ മനസ്സിലായി, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇതാണ് ഇപ്പൊ ഡയഗ്രാം ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇതിന്റെ ഡയഗ്രാം ആണ് ഇത്. മനസ്സിലായില്ലേ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കുമ്പോൾ പ്രൈസ് മാറ്റം ഉണ്ടാവില്ല, പ്രൈസ് 0 ആയി നിൽക്കും. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് കൊണ്ടേയിരിക്കും. അതാണ് ഏതിന്റെ പ്രത്യേകത? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ പ്രത്യേകത. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഏതാ?
പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. ഇതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് കൂടിക്കൊണ്ട്, പ്രൈസ് പറയുന്നത് ഈ ഭാഗമാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഈ ഭാഗമാണ് വെർട്ടിക്കൽ ആക്സിസ് പ്രൈസും. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വെർട്ടിക്കൽ ഭാഗമാണ് ഇത്, ഈ ഭാഗം ഹൊറിസോണ്ടൽ ആണ്. അപ്പോ ഈ വെർട്ടിക്കൽ ഭാഗം പി ആയിട്ടും ഹൊറിസോണ്ടൽ ഭാഗം ക്യൂ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ പ്രൈസ് 0 അല്ല, പ്രൈസ് ഇവിടുന്ന് ഇങ്ങനെ കൂടി 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 പോവുകയാണ്. പക്ഷെ ക്വാളിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യാണ്? അവിടെ 0 ആയി നിൽക്കുകയാണ്. കണ്ടോ, ക്വാളിറ്റി ഡിമാൻഡ് റിമെയിൻ സെയിം അറ്റ് ഓൾ പ്രൈസസ്. പ്രൈസ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ക്വാളിറ്റി ഡിമാൻഡിന് എന്തില്ല, മാറ്റല്ല, ആരും ഒന്നും വാങ്ങണില്ല. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ നമ്മൾ ഗോൾഡ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗോൾഡ് എടുക്കാം. ഗോൾഡിന്റെ കേസിൽ ഗോൾഡിന്റെ പ്രൈസ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോൾഡിന്റെ പ്രൈസ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അത്രയും അത്യാവശ്യമുള്ളവർ മാത്രം പോയി വാങ്ങാന്നല്ലാതെ അല്ലാത്തവർ എന്ത് ചെയ്യില്ല, വാങ്ങില്ല. അപ്പൊ ഇതുപോലെയാവും വരിക. ആ ഗോൾഡിന്റെ വാങ്ങൽ ശേഷി എന്ന് പറയുന്നത് ഏതുപോലെ ആയിരിക്കും? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് പോലെ ആയിരിക്കും. അവിടെ ഡിമാൻഡ് ഇല്ല, ഡിമാൻഡ് 0 ആണ്. ഇവിടെ കണ്ടോ, പ്രൈസ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്? അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൈസിന്റെ കൂടലാണ് ഈ കാണിച്ചിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടാതെ 0 ആയി നിൽക്കുക. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇങ്ങടാണ് കൂടേണ്ടത്, കൂടണില്ല, ഇവിടെ 0 ആയിട്ട് നിൽക്കുകയാണ്. കണ്ടോ, അതുകൊണ്ടാണ് ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? പ്രൈസ് വർദ്ധിക്കുകയാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ 0 ആയി നിൽക്കുകയാണ്. അറ്റ് ക്വാണ്ടിറ്റി Q0 കൺസ്യൂമർ വിൽ ബൈ ഓൺലി ദിസ് ക്വാണ്ടിറ്റി വാട്ട് എവർ ബി ദ പ്രൈസ്. പ്രൈസ് വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡ് അവിടെ 0 ആണ് എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ? ഈ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഡിമാൻഡ് കർവ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ. ഈ ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ ആണ്, വെർട്ടിക്കൽ ആക്സിസിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്? വെർട്ടിക്കൽ ആണ്. പിന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് റിമെയിൻ കോൺസ്റ്റന്റ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എപ്പോഴും ഇവിടെ ഡിമാൻഡ് കർവ് വെർട്ടിക്കൽ ആയിട്ടാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്, Q0 ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ED = 0. അതുകൊണ്ടാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായി നിൽക്കുന്നത്? 0 ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 0 ആയി നിൽക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കാത്തത് കൊണ്ട്. പ്രൈസിനാണ് മാറ്റം, പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എപ്പോഴും 0 ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം പ്രൈസ് വർദ്ധിച്ചത് കൊണ്ട് ആരും വാങ്ങുന്നില്ല, വില വർദ്ധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് വാങ്ങുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ എന്തായിട്ടാണ് നിൽക്കുന്നത്? 0 ആയിട്ട് നിൽക്കുന്നു. നമ്മള് പറഞ്ഞു പോകുന്നത് ഇതാണ്. ഇതിത്തെ രണ്ടാമത്തെ തരാണ് നമ്മൾ പഠിച്ചത്. കണ്ടോ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കാ പഠിച്ചത്. അപ്പൊ നമ്മള് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പഠിച്ചു, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും പഠിച്ചു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിലെ 2 തരങ്ങളും നമ്മൾ മനസ്സിലാക്കി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പഠിച്ചു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഈസ് ഈക്വൽ ടു ED ഈക്വൽ ടു ആൽഫയാണ്. ഇതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിന്റെയാണ് ഈ ഡയഗ്രാം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിന്റെയാണ് ഈ ഡയഗ്രാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അടുത്തത് നമ്മള് പഠിക്കാൻ പോകുന്നത് നോക്കൂ. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഏതാണ്? യൂണിറ്റ് ഇലാസ്റ്റിക്, യൂണിറ്ററി ഡിമാൻഡ് അഥവാ യൂണിറ്റ് ഇലാസ്റ്റിക് ED = 1 എന്നുള്ളതാണ്. യൂണിറ്റ് ഇലാസ്റ്റിക് ആണ് ഇനി നമ്മൾക്ക് പറയാനുള്ളത്. യൂണിറ്റ് ഇലാസ്റ്റിക്കിന്റെ യൂണിറ്ററി ഡിമാൻഡ് എന്ന് പറയും. യൂണിറ്ററി ഡിമാൻഡിന്റെ പ്രത്യേകത എന്താ കുട്ടികളെ? യൂണിറ്ററി ഡിമാൻഡിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ എന്താണ് അവിടെ? യൂണിറ്ററി ഡിമാൻഡ് പ്രൈസിന്റെ മാറ്റവും ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ മാറ്റവും ഈക്വൽ ആണ്. നോക്കൂ, പ്രൈസിന്റെ മാറ്റം, പ്രൈസ് P1 ആയിരുന്നു, പിന്നെ P2 ആയിട്ട് താഴേക്ക് പോന്നു. അപ്പൊ പ്രൈസ് P1 ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് A. പ്രൈസ് P2 ആയി കുറഞ്ഞപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡും കുറഞ്ഞു, Q2 ആയിട്ട് കുറഞ്ഞു. മനസ്സിലായോ? അപ്പൊ വാങ്ങുന്ന അളവ്, പ്രൈസ് കുറയുമ്പോ വാങ്ങുന്ന അളവ് കൂടുന്നുണ്ട് കേട്ടോ അവിടെ, അത് വേറെ വശം. പക്ഷെ ഒരേപോലെ പ്രൈസിന്റെ മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഒരേപോലെ സംഭവിക്കണം. പ്രൈസ് P1 ആയിരുന്നു, അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ആയിരുന്നു. പ്രൈസ് P2 ആയി കുറഞ്ഞപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q2 ആയിട്ട് ഇവിടെ കൂടുകയും ചെയ്യണം.
പ്രൈസിന്റെ മാറ്റം, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തെന്നെ ഉണ്ടാവുക, കൂടുക തന്നെ ചെയ്യുക. പക്ഷെ ഏതുപോലെയാണ് കൂടിയണേ, പ്രൈസ് എങ്ങനെയാണോ കുറഞ്ഞ അതേ അളവിലാണ് ഏതും കൂടുക, ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടുക. ഈ ഡയഗ്രം നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ടീച്ചർ ഇപ്പൊ ഇതിൽ ഡയഗ്രം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് വരച്ച് കാണിച്ചു തരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് യൂണിറ്ററി ഡിമാൻഡ് പറയുമ്പോൾ ആദ്യം വെർട്ടിക്കല് പി വരയ്ക്കുക, പ്രൈസിനെ കാണിക്കുന്ന ഭാഗം വരയ്ക്കുക. അടുത്തത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ കാണിക്കുന്ന ഭാഗമാണ് താഴെ ഭാഗം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, P1 എന്ന് അടയാളപ്പെടുത്തുക. പ്രൈസ് P1 ആയിരുന്നു, അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 എന്ന് ഇവിടെ അടയാളപ്പെടുത്തുക. ഇതിങ്ങനെ. പിന്നെ പ്രൈസ് കുറഞ്ഞു, നമ്മളെ തിയറി പറയണ എങ്ങനെയാണ്, പ്രൈസ് കുറഞ്ഞാൽ എന്ത് കൂടും, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. കൂടിയില്ലേ, Q2 ആയി, പ്രൈസ് P2 ആയിട്ട് കുറഞ്ഞു, താഴത്തേക്ക് കുറഞ്ഞപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തായി, Q2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. പ്രൈസ് P2 ആയി കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q2 ആയിട്ട് വർദ്ധിച്ചു. അങ്ങനെ. പക്ഷെ ആ വർധനവ് എന്ന് പറയുന്നത് ഏതുപോലെയാണ്, പ്രൈസ് എത്രയാണോ കുറഞ്ഞത് അതേ അളവിലാണ് ഏത് കൂടിയത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയത്. പ്രൈസ് കുറഞ്ഞത് 10% ആണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയത് 10%. ഇപ്പൊ രണ്ടും ഒരുപോലെയാണ്. പ്രൈസ് കുറഞ്ഞത് ഇവിടെ കാണിക്കുന്നു, പ്രൈസ് ഫാൾ ബൈ 10%. പ്രൈസ് കുറഞ്ഞത് 10% ആണെങ്കിൽ, പ്രൈസ് കുറഞ്ഞാൽ ഏത് കൂടുന്ന നമ്മൾ പഠിച്ചിരുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നാണ്. അപ്പൊ പ്രൈസ് കുറഞ്ഞത് 10% ആണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയത് എത്ര ശതമാനാണ്, 10%. അപ്പൊ കുറഞ്ഞ അതേ ലെവലിൽ തന്നെയാണ് ഏത് കൂടിയത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയത്. അതുകൊണ്ടാണ് ഈ ഡയഗ്രം ഇങ്ങനെ വരാനുള്ള കാരണം. മനസ്സിലായോ? അപ്പൊ പ്രൈസ് P1 നിന്നും P2 ആയി കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 നിന്നും Q2 ആയിട്ട് വർദ്ധിച്ചു. അതുകൊണ്ട് പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ശതമാനത്തിൽ മാറ്റം വന്നപ്പോൾ പ്രൈസിന്റെ ശതമാനത്തിലും മാറ്റം വന്നു. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറയണേ, ഡിമാൻഡ് കർവ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇവിടെ ഡിമാൻഡ് കർവ് എന്തായിട്ടാ കാണിക്കുന്നത്, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. യൂണിറ്ററി ഡിമാൻഡ് എപ്പോഴും എങ്ങനെയായിരിക്കാം, ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആവറേജ് റവന്യൂ റിമെയിൻ കോൺസ്റ്റന്റ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എപ്പോഴും എന്തായിട്ടാ കാണുന്നത്, 1 ആയിട്ടാണ് കാണുന്നത്. ഈസ് ഈക്വൽ ടു 1 ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ യൂണിറ്ററി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടി ടീച്ചർ പറഞ്ഞുതരാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇതിന്റെ തരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ തരങ്ങൾ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അതിലെ 3 നമ്മൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് പഠിച്ചു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ പ്രൈസിൽ മാറ്റം ഉണ്ടാവില്ല, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ എന്താ, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു മാറ്റമില്ല, പ്രൈസ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പ്രൈസ് ഇങ്ങനെ വർദ്ധിക്കും തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് സ്റ്റക്ക് ആയി നിൽക്കും. മൂന്നാമത്തെ കേസ് നമ്മൾ എന്താ പഠിച്ചത്, യൂണിറ്ററി ഡിമാൻഡ് ആണ്. യൂണിറ്ററി ഡിമാൻഡിന്റെ പ്രത്യേകത എന്താ മക്കളെ, യൂണിറ്ററി ഡിമാൻഡ് ആയിരിക്കുമ്പോൾ പ്രൈസിൽ എത്ര ശതമാനമാണോ മാറ്റം സംഭവിച്ചത് അതേ മാറ്റമാണ് ഏതിലും കാണുക, ക്വാണ്ടിറ്റി ഡിമാൻഡിലും കാണുക. പ്രൈസിൽ 10% മാറ്റം എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ മാറ്റം എത്ര തന്നെയാണ്, 10%. പ്രൈസിൽ 20% മാറ്റം എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ മാറ്റം എത്രയാണ്, 20%. പക്ഷെ പ്രൈസും കുറയുക ചെയ്യുക, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുക ചെയ്യുക. അത്ര ഇത് ഇവിടെ കാണിക്കുന്നുള്ളൂ. പ്രൈസ് ആദ്യം P1 ആയിരുന്നു, P2 ആയി കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ആയിരുന്നു, Q2 ആയിട്ട് കൂടുക ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അടുത്തത് നമുക്ക് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പറഞ്ഞാൽ ഏതാ, ഇതാണ് കേട്ടോ. മോർ ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക്കിനെയാണ് എന്ത് പറയാ, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. അത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാലും മോർ ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോ ഇലാസ്റ്റിസിറ്റിയുടെ തരങ്ങളിലെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നതും മോർ ദാൻ യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അതിന്റെ പ്രത്യേകത എന്താ, ED ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ. അപ്പോ ED ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ചിത്രം നോക്കൂ നിങ്ങള്. ഈ ഭാഗം പ്രൈസിനെയാണ് കാണിക്കുക, താഴെ ഭാഗം ക്വാണ്ടിറ്റിയാണ് കാണിക്കുക. പ്രൈസ് P1 ആണ്.
പ്രൈസ് എത്രയായിരുന്നു മക്കളെ? P1 ആണ്. പക്ഷെ പ്രൈസ് അപ്പൊ നമ്മുടെ ക്വാളിറ്റി ഡിമാൻഡ് എത്ര? Q1 ആണ്. പ്രൈസ് P1 ആണ്, ക്വാളിറ്റി ഡിമാൻഡ് Q1 ആണ്. പ്രൈസ് പെട്ടെന്ന് P2 ആയിട്ട് കുറച്ച് കുറഞ്ഞു. പ്രൈസ് കുറച്ച് കുറഞ്ഞപ്പോഴേക്കും അതിന്റെ ഇരട്ടിയായിട്ട് ക്വാളിറ്റി ഡിമാൻഡ് വർദ്ധിച്ചു. പ്രൈസിന്റെ മാറ്റം വെറും 10% അല്ലെങ്കിൽ ക്വാളിറ്റി ഡിമാൻഡിന്റെ ശതമാനം മാറ്റം എത്രയാണ്? 20-30%. യൂണിറ്ററിയിൽ നമ്മൾ പഠിച്ചത് പ്രൈസ് 10% കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര കൂടി? 10% കൂടി. ഒരേപോലെ കുറച്ചിലും കൂടലും ഒരേപോലെയാണ് യൂണിറ്ററി ആകുമ്പോൾ. എന്നാൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ മോർ ദാൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാല് പ്രൈസിന്റെ മാറ്റം, പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് വെറും 10%. പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ച് ചെയ്തത് എത്രയാണ്? 20%. കണ്ടോ? പ്രൈസ് ആദ്യം P1 ആയിരുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ആയിരുന്നു. പ്രൈസ് P2 ആയിട്ട് കുറഞ്ഞു. പ്രൈസ് P2 ആയി കുറഞ്ഞപ്പോൾ ക്വാളിറ്റി ഡിമാൻഡ് Q2 ആയിട്ട് കൂടി. എത്ര ശതമാനം കൂടി? ഇരട്ടിയായിട്ട് കൂടി. ശരിക്കും 10% കൂടിയേ അല്ല. എത്ര? 10നേക്കാട്ടിലും 20% ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. അതുകൊണ്ടാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. നോക്കൂ എക്സാമ്പിൾ അവിടെ. ഇഫ് പ്രൈസ് ഫാൾ ബൈ 10%, പ്രൈസ് കുറഞ്ഞത് 10%. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് ബൈ 20%, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തത് 20%. അതുകൊണ്ട് ED is equal to 2, ED greater than 1 എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായി വരാൻ കാരണം? ഗ്രേറ്റർ ദാൻ 1 ആവാനുള്ള കാരണം പ്രൈസിന്റെ മാറ്റം, പ്രൈസിൽ ചെറിയ മാറ്റം ഉണ്ടായെങ്കിലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. പ്രൈസ് 10% കുറഞ്ഞപ്പോ, പ്രൈസിന്റെ കുറവ് 10% ആയപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചത് എത്ര ശതമാനം? 20%. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഡ്രസ്സിന്റെ വില 10% കുറഞ്ഞു വിചാരിക്കാം. അപ്പൊ ഓണക്കാലൊക്കെയാണ്, സീസൺ ആണ്. ഡ്രസ്സിന്റെ വില 10% കുറഞ്ഞപ്പോ വാങ്ങുന്ന അളവ് എത്ര ശതമാനം കൂടി? 20% കൂടി. ഇപ്പൊ വിലയിൽ വന്ന ചെറിയ മാറ്റം വാങ്ങുന്ന അളവില് വലിയ മാറ്റം സൃഷ്ടിക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. വിലയിൽ വന്ന മാറ്റം വെറും 10% ക്വാളിറ്റി ഡിമാൻഡിൽ വന്ന മാറ്റം എത്രയാണ്? 20% ആവുകയാണ്. അത്രയും അധികം ക്വാണ്ടിറ്റി ഡിമാൻഡില് മാറ്റം സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയാ? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. വെൻ പ്രൈസ് ഫാൾ ഫ്രം P1 to P2, quantity demand rises from Q1 to Q2 by a larger percentage. കണ്ടോ? പ്രൈസ് P1 നിന്നും P2 ആയി ഫാൾ ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 നിന്നും Q2 ആയി വർദ്ധിച്ചു. എങ്ങനെ? ലാർജ് പെർസെന്റേജ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂ. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡിമാൻഡ് കർവ് ഈസ് റിലേറ്റീവ്ലി ഫ്ലാറ്റ്. ഡിമാൻഡ് കർവ് ഇവിടെ എങ്ങനെയാണ്? ഫ്ലാറ്റ് രൂപയിലാണ്, സ്ലോപ്പ് ഡൗൺവാർഡ് ആണ്. താഴെ നിന്നും മുകളിലേക്കാണ് പോകുന്നത്. പിന്നെ പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ ആയിട്ടാണ് ഏതിൽ വരുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ മാറ്റം എത്രയാണ്? ഗ്രേറ്റർ ദാൻ ആയിട്ടാണ് ഏതില്? ചേഞ്ച് ഇൻ പ്രൈസിൽ വരുന്നത്. ഇപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. ഏതിനേക്കാൾ കൂടുതലാണ്? പ്രൈസിനേക്കാൾ കൂടുതലാണ്. പ്രൈസിന്റെ മാറ്റത്തിനേക്കാൾ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ മാറ്റം കൂടുതലാണ്. അടുത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ED ഗ്രേറ്റർ ദാൻ 1. അപ്പൊ നിങ്ങള് ഇത് എഴുതുമ്പോൾ ഇതിങ്ങനെ വരച്ചിട്ട് ED ഗ്രേറ്റർ ദാൻ 1 ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള മാർക്കായി. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ ടോപ്പിക്കാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങളിലെ ഒന്നാമത്തെ പഠിച്ചു. ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഡിമാൻഡ്. മോർ ദാൻ ഇലാസ്റ്റിക് ഡിമാൻഡിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുക? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിന് ചെറിയ മാറ്റം ഉണ്ടായെങ്കിലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരുപാട് വലിയ മാറ്റം സൃഷ്ടിക്കുന്നതാണ് ഏത്? റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതുകൊണ്ടാണ് ED ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാനുള്ള കാരണം. അടുത്തതാണ് ലെസ് ദാൻ ഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലെങ്കിൽ അതിന് എന്താ പറയാ? റിലേറ്റീവ്ലി
ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ അതിന് ഏത് പേരിൽ അറിയപ്പെടുക, ലെസ് ദാൻ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്താ? മക്കളെ, പ്രൈസ് ആദ്യം 8 പക്ഷെ പിന്നീട് പ്രൈസ് 20% വർദ്ധിച്ചു, 10 വർദ്ധിച്ചു. പ്രൈസ് 8 അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് 90 പക്ഷെ പ്രൈസ് 10 വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര? 100 വർദ്ധിച്ചു തന്നെയുള്ളൂ. പക്ഷെ കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് സത്യത്തിൽ കുറഞ്ഞുകൊണ്ടാണ് വർദ്ധിച്ചത്. പ്രൈസ് 20% വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയുള്ളൂ? വെറും 11.1% മാത്രം വർദ്ധിച്ചു നിൽക്കുകയാണ്. പ്രൈസ് 8 റുപ്യായിരുന്നു. ആ പ്രൈസ് എത്ര രൂപയായി വർദ്ധിച്ചു? 10% ആയപ്പോ വാങ്ങുന്ന അളവ് വെറും എത്ര ശതമാനം? ഡബിൾ ഉണ്ടോ? ഇല്ല. 90 വെറും 100 ആയിട്ടുള്ളൂ. വെറും 11% വർധനവ് ഏതിൽ കാണുന്നുള്ളൂ? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ കാണുന്നുള്ളൂ. നമുക്കറിയാലേ, ഡിമാൻഡിന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ഇവിടെ കുറയുകന്നെ ചെയ്ത്. പ്രൈസ് 10 മടങ്ങ് വർദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ 20 മടങ്ങ് വർദ്ധിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയേ വർദ്ധിക്കുന്നുള്ളൂ? കുറച്ചേ വർദ്ധിക്കുന്നുള്ളൂ. വെറും ഒരു 11.1% മാത്രം മാറ്റാണ് ഏതിൽ കാണുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡിന് കാണുന്നത്. അപ്പൊ അതിന്റെ ഡയഗ്രം താഴെ ഇങ്ങനെ വരിക കണ്ടോ. 20% decrease in the price lead to only an 11.1% increase in quantity demand. 20% പ്രൈസ് വർദ്ധിക്കുന്ന സമയത്ത് പ്രൈസിന്റെ മാറ്റം ഉണ്ടായപ്പോൾ 11.1% മാത്രമേ ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചിട്ടുള്ളൂ. ഇവിടെ പ്രൈസ് ആണ് വർദ്ധിക്കുന്നത്. പ്രൈസ് ഡബിളായി വർദ്ധിക്കുന്നതോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് വളരെ കുറച്ചേ വർദ്ധിക്കുന്നുള്ളൂ. ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതാണ് ടീച്ചർ ഈ 5 ഡയഗ്രം ആക്കി പറഞ്ഞു തന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലി ടീച്ചറെ അറിയിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് എക്സാമിന് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങൾ, ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെയാണ് ചോദ്യം വരിക. അപ്പൊ ഈ 5 എണ്ണവും അതിന്റെ ഡയഗ്രാംസും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്സുകളിലേക്ക് പോവാം. അടുത്തത് നമുക്ക് മെഷർമെന്റ് മെത്തേഡാ. എന്താ മക്കളെ മെഷർമെന്റ് എന്ന് പറഞ്ഞാല്? അളക്കുന്ന മെത്തേഡ്. 3 രീതിയിലൂടെയാണ് നമ്മൾ മെഷർമെന്റ് ചെയ്യുക. പെർസെന്റേജ് മെത്തേഡ് ഉണ്ട്, ജോമെട്രിക് മെത്തേഡ് ഉണ്ട്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഇപ്പൊ മെഷർമെന്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാല്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ മെഷർമെന്റ് മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ വെക്കേണ്ടത് ഏതൊക്കെയാണ്? പെർസെന്റേജ് മെത്തേഡ്, ജോമെട്രിക് മെത്തേഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇനി പെർസെന്റേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിലും വിലയിലും ഉണ്ടാകുന്ന ശതമാനമാറ്റം ഉപയോഗിച്ച് ഇലാസ്തികത കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയാ? പെർസെന്റേജ് മെത്തേഡ്. ആവശ്യത്തിലും വിലയിലും ഉണ്ടാകുന്ന ശതമാന മാറ്റങ്ങൾ ഉപയോഗിച്ച് ഇലാസ്റ്റിസിറ്റി കണക്കാക്കുന്നതാണ് ഏത്? പെർസെന്റേജ് മെത്തേഡ്. പെർസെന്റേജ് മെത്തേഡ് പറഞ്ഞാൽ ഏതാണ്? ആവശ്യത്തിലും വിലയിലും ഉണ്ടാകുന്ന ശതമാന മാറ്റം ഉപയോഗിച്ച് ഇലാസ്റ്റിസിറ്റി കണക്കാക്കുന്നതിനെയാണ് പെർസെന്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ജോമെട്രിക് മെത്തേഡ്. ജോമെട്രിക് മെത്തേഡ് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് കർവിലെ ഒരു ബിന്ദുവിൽ ഇലാസ്റ്റിസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാഫ് വഴി വിശദീകരിക്കുക. ഡിമാൻഡ് കർവിലെ ഒരു ബിന്ദുവിനെ ഗ്രാഫ് വഴി വിശദീകരിക്കുന്നതിനെയാണ് എന്ത് പറയാ? ജോമെട്രിക് മെത്തേഡ്. പിന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില മാറുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് എന്ത് പറയാ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർമെന്റ് ചെയ്യാൻ 3 രീതികളാണ് നമ്മൾ ഉപയോഗിക്കുക. പെർസെന്റേജ് മെത്തേഡ് ഉണ്ട്, ജോമെട്രിക് മെത്തേഡ് ഉണ്ട്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. പെർസെന്റേജ് മെത്തേഡ് ആയിരിക്കുമ്പോൾ ആവശ്യത്തിലും വിലയിലും ഉണ്ടാകുന്ന ശതമാന മാറ്റം ഉപയോഗിച്ച് ഇലാസ്റ്റിസിറ്റി കണക്കാക്കുക. ഏറ്റവും ലളിതമായ രീതിയാണ് ഏത്? പെർസെന്റേജ് മെത്തേഡ്.
ആവശ്യത്തിലും വിലയിലും ഉണ്ടാകുന്ന ശതമാന മാറ്റം ഉപയോഗിച്ച് ഏത് കാൽക്കുലേറ്റ് ചെയ്യാണ്? ഇലാസ്റ്റിസിറ്റി കണക്കാക്കുന്നതിനാണ് എന്ത് പറയാ? പെർസെന്റേജ് മെത്തേഡ്. ഇത് ജോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് കർവിലെ ഒരു ബിന്ദുവിൽ ഇലാസ്റ്റിസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഗ്രാഫാണ് എന്ത്? ജോമെട്രിക് മെത്തേഡ്. പിന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? വില മാറുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന മൊത്തം ചെലവ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കാരണം മൊത്തം ചെലവ്, ആ മൊത്തം ചെലവിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഏത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് മെഷർമെന്റ് മെത്തേഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അടുത്തതാണ് ആ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ ആ ബന്ധാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ 3 രീതിയിൽ പഠിച്ചു അല്ലെ? ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ മാറ്റാണ് കാണിക്കുന്നത്. അതായത് ഇതില്ലേ, ഇതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇവിടെ വില കുറയുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന മാറ്റാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. PD ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ വില കുറയുന്നു, ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയും. ED ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ വില കുറയുന്നു, ടോട്ടൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. ED ഈക്വൽ 1 എന്ന് പറഞ്ഞാല് വില കുറയുന്നു, ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എന്തില്ല? മാറ്റല്ല. ഈ 3 മാറ്റത്തെയാണ് എന്ത് പറയാ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ED ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? വില കുറയും, ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയും. ED ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? വില കുറയും, ടോട്ടൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. ED ഈക്വൽ 1 ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? വില കുറയുന്നു, ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു മാറ്റവുമില്ല. ഇനി ഇത് ഓർക്കാനുള്ള സിമ്പലാണ്. ED ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ വിലയും ടോട്ടൽ എക്സ്പെൻഡിച്ചറും വിപരീത ദിശയിൽ സഞ്ചരിക്കും. ED ഗ്രേറ്റർ ദാൻ 1 ഇതാണ് കേട്ടോ, ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ED അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ മാറ്റാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. 3 രീതിയിലാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അളക്കുക. ഏതൊക്കെ രീതിയായിരുന്നു? പെർസെന്റേജ് മെത്തേഡ്, ജോമെട്രിക് മെത്തേഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഉണ്ടാകുന്ന 3 മാറ്റാണ് ടീച്ചർ ഈ പറഞ്ഞു തരുന്നത്. ED ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോൾ വിലയും ടോട്ടൽ എക്സ്പെൻഡിച്ചറും വിപരീത, വില കുറയും, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടും. ED ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ വിലയും ടോട്ടൽ എക്സ്പെൻഡിച്ചറും എങ്ങനെയാണ്? ഒരേ ദിശയിൽ സഞ്ചരിക്കും. ED ഈക്വൽ 1 ആണെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എന്തില്ല? യാതൊരു മാറ്റവും ഇല്ല. അടുത്തതാണ് ഇലാസ്റ്റിസിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ? നമുക്കറിയാം, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഘടകമാണ്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ടീച്ചർ പറഞ്ഞു തന്നതാണ് ഡിമാൻഡ് എടുത്തപ്പോ. 15ാമത്തെ ചാപ്റ്ററിൽ ടീച്ചർ പറഞ്ഞു തന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രത്യേകത എന്താ കുട്ടികളെ? പകരം വെക്കാവുന്ന ഗുഡ്സുകളെയാണ് നമ്മൾ എന്ത് പറയാ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയാ. ഇപ്പൊ ചായപ്പൊടിയുടെ വില കൂടിയപ്പോൾ നമ്മൾ ഏത് വാങ്ങി? ചായപ്പൊടി ഒഴിവാക്കിയിട്ട് കോഫി വാങ്ങി. അപ്പൊ ടീന്റെ പ്രൈസ് വർദ്ധിച്ചപ്പോൾ കോഫിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്ന അതിനെയാണ് എന്ത് പറയാ? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്നതാണ് ഏത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. പിന്നെ ഷെയർ ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. നമ്മളുടെ വരുമാനത്തിന്റെ വരുന്ന ചെലവ് ഏതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഏതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വരുമാനത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവാക്കുമ്പോൾ അത് ഏതിനെ എഫക്ട് ചെയ്യും? ഇലാസ്റ്റിസിറ്റി കൂടാൻ കാരണമാകും. പിന്നെ ഇൻകം ലെവലും ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയില്? ഒരു ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചു എന്ന് കരുതുക. അപ്പൊ തന്നെ വാങ്ങുന്ന അളവ് വർദ്ധിക്കില്ലേ? അപ്പൊ അത് ഡിമാൻഡിനെ ബാധിക്കുന്നുണ്ട്. വരുമാനം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കൂടും, വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. ഡയറക്റ്റ് റിലേഷനാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. പക്ഷെ ഇൻകത്തിന്റെ കേസിൽ എങ്ങനെയാണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഏത്? ഇൻകം, വരുമാനം വർദ്ധിക്കുന്നോറും ഏത്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വർദ്ധിക്കും കേട്ടോ. അപ്പൊ ഇലാസ്റ്റിസിറ്റിയെ ബാധിക്കുന്നത് ഏതൊക്കെയാണ്? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഷെയറിംഗ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഇൻകം ലെവല്. പിന്നെ നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം. കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് പറയാ? നമുക്കറിയാം, ആഡംബര വസ്തുക്കളുടെ ഇലാസ്റ്റിസിറ്റി, അവശ്യ വസ്തുക്കൾക്ക് ഇലാസ്റ്റിസിറ്റി കുറവും ആഡംബര വസ്തുക്കൾക്ക് ചിലപ്പോൾ കൂടുതലും ആയിരിക്കും. അതാണ് നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില സാധനങ്ങളുടെ പ്രൈസ് കൂടുമ്പോൾ ആളുകൾ വാങ്ങുക. അതായത് ആഡംബര വസ്തുക്കള്. ഒരു സാധനത്തിന്റെ സ്വഭാവം എപ്പോഴും എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഇലാസ്റ്റിസിറ്റിയെ ബാധിക്കുന്നുണ്ട്. അതാണ് നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റി.
ചിലപ്പോൾ ആവശ്യമുള്ള വസ്തുക്കൾക്ക് ഡിമാൻഡ് കുറവായിരിക്കും, ആവശ്യമില്ലാത്ത ആഡംബര വസ്തുക്കൾക്കായിരിക്കും എപ്പോഴും ചിലപ്പോൾ എന്ത് കൂടുക, ഡിമാൻഡ് കൂടുക. ആ കമ്മ്യൂണിറ്റിയുടെ സ്വഭാവത്തിനനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇലാസ്റ്റിസിറ്റിയെ ബാധിക്കുന്നത് ഏതാണെന്ന് പറയാനുള്ള കാരണം നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റി. അതേപോലെ ലെവൽ ഓഫ് പ്രൈസ്, വില എപ്പോഴും ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്, ഇലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. വില വർദ്ധിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടും. ഹാബിറ്റ്സ് പറഞ്ഞ ശീലങ്ങൾ, നമ്മളുടെ ശീലങ്ങൾ എപ്പോഴും ഏതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികളെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത് പ്രധാനമായും 6 എണ്ണാണ്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഷെയർ ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഇൻകം ലെവല്, നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം, ലെവൽ ഓഫ് പ്രൈസ്, ഹാബിറ്റ്സ് നമ്മളുടെ ശീലങ്ങളെ. ചില ആളുകൾക്ക് മദ്യം, അതേപോലെ സിഗരറ്റ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളോട് അമിതമായ ആസക്തി ഉണ്ടാകുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടും അല്ലേ? ആ ഹാബിറ്റ് ആണ് അതിന്റെ കാരണം. ചിലർ അതില് കൂടുതൽ ഹാബിറ്റ്സ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മേലെ അവർക്കൊരു പ്രശ്നമല്ല, അത് കിട്ടിക്കൊണ്ടിരിക്കണം എന്നാണ്. അതായത് ഒരു ലഹരിയാണ്. അപ്പൊ ആ ഹാബിറ്റ്സിന് വേണ്ടി, ശീലങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ചില സാധനങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ഏത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം, ഹാബിറ്റ്സ് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. അടുത്ത ടോപ്പിക്സ് ആണ്, ലാസ്റ്റ് ടോപ്പിക്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ടോപ്പിക്സ് അല്ല, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരികയാണ്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ആദ്യം നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഫോർമുല പഠിച്ചു അല്ലെ? പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ഡെൽറ്റ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡെൽറ്റ പ്രൈസ് എന്നാണ്. പിന്നെ നമ്മൾ 5 തരങ്ങൾ പഠിച്ചു. ഏതൊക്കെ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഡിമാൻഡ്, മോർ ദാൻ അഥവാ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ലെസ് ദാൻ അഥവാ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക്കും പഠിച്ചു, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്കും പഠിച്ചു. ഇങ്ങനെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ 5 തരങ്ങൾ, അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയഗ്രാംസ് നിങ്ങൾ മനസ്സിലാക്കണം, ആ 5 തരങ്ങളും അതിന്റെ സിംബൽസ് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് 3 മെത്തേഡുകളാ. പെർസെന്റേജ് മെത്തേഡ്, അതേപോലെ തന്നെ ഈ ജോമെട്രിക് മെത്തേഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതേപോലെ പിന്നെ നമ്മള് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ മാറ്റം എങ്ങനെയൊക്കെയെന്ന് മനസ്സിലാക്കി. ഇ ഡി ലെസ് ദാൻ 1 ഉണ്ട്, ഇ ഡി ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്, ഇ ഡി ഈക്വൽ 1 ഉണ്ട്. ഇങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ മാറ്റം നമ്മൾ മനസ്സിലാക്കി തന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് അതായത് ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്നത് ഏതൊക്കെ 6 ഘടകങ്ങളാണ് ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഷെയർ ഇൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഇൻകം ലെവല്, നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റി, ലെവൽ ഓഫ് പ്രൈസ്, ഹാബിറ്റ്. അങ്ങനെ 6 ടോപ്പിക്സോളം നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചു കേട്ടോ. അതേപോലെ ഇതിലത്തെ പ്രധാന ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ഇതന്നെയാണ് എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ ആവശ്യത്തിൽ ഉണ്ടാകുന്ന പ്രതികരണത്തിന്റെ അളവാണ് ഏത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പിന്നെ അതിന്റെ 5 തരങ്ങൾ ഇപ്പൊ ടീച്ചർ പറഞ്ഞത്, അതിന്റെ ഘടകങ്ങള്, എഫക്ട് ചെയ്യുന്ന ഘടകങ്ങള്, ഫോർമുല, അത് അളക്കുന്ന രീതി, ഇ ഡി ഗ്രേറ്റർ ദാൻ ആയാൽ എന്ത് സംഭവിക്കും, ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് എന്ത് സംഭവിക്കും എന്നാണ്. കണ്ടോ, ഇ ഡി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വിപരീത ദിശയിലായിരിക്കും. ഇതാണ് കേട്ടോ, ഇ ഡി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോൾ വില കുറയും, ടോട്ടൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും. അങ്ങനെ 6 ടോപ്പിക്സ് ആണ് ടീച്ചർ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒന്നും കൂടി ടീച്ചർ എല്ലാതും ഒന്ന് കാണിച്ചു തരാം. അതായത് ആദ്യം നമ്മള് ഈ ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി പഠിച്ചു. അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു. പിന്നെ അതിന്റെ ഫോർമുല, വില മായയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ്, വില ഉയർന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് നെഗറ്റീവ് ആകും. വിലയിലെ മാറ്റം 10 ആണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ കുറവ് 5 ആണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ 5 തരങ്ങളാണ്. പിന്നെ അതിന്റെ ഓരോ ഡയഗ്രാംസ്. ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പിന്നെ യൂണിറ്ററി ഡിമാൻഡ്, പിന്നെ മോർ ദാൻ ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്,
പിന്നെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ലെസ് ദാൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ 5 ഡയഗ്രാംസുകൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് മെഷർമെന്റ് ഓഫ് മെത്തേഡ്, അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർമെന്റ് ചെയ്യുന്ന മെത്തേഡ്, പെർസെന്റേജ് മെത്തേഡ്, ജോമെട്രിക് മെത്തേഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പിന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് 3 രീതിയിലുണ്ട്. ED ലെസ് ദാൻ 1 ഉണ്ട്, അപ്പൊ വില കുറയും, ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയും. ED ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്, അപ്പൊ വില കുറയും, ടോട്ടൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും. പിന്നെ ED ഈക്വൽ 1 ഉണ്ട്, വില കുറയും, ഇവിടെ ഒരു മാറ്റവും ഇല്ല. പിന്നെ നമ്മൾ പഠിച്ചത് ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ, ഇലാസ്റ്റിസിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെ? 6 എണ്ണാണ്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഷെയറിംഗ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഇൻകം ലെവല്, നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റി, ലെവൽ ഓഫ് പ്രൈസ്, ഹാബിറ്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് മനസ്സിലാക്കിയത്. അപ്പൊ 16ാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യങ്ങൾ പഠിക്കുക. ഏകദേശം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ വരുന്നത് 11 ക്വസ്റ്റ്യനോളാണ് വരുന്നത്. പക്ഷെ ആ 11 ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുമ്പ് റെക്കോർഡിങ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ചാപ്റ്ററിന്റെ 11 ക്വസ്റ്റ്യനും മനസ്സിലാക്കുക കേട്ടോ. അപ്പോ അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.